നമസ്കാരം. വി സതീശൻ്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് ഒത്തുകളി ഭരണമാണോ എന്ന് പൊതുസമൂഹം സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ അനുഭവം. ഒരാഴ്ച മുമ്പ്, കഴിഞ്ഞ ബുധനാഴ്ച, ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു ഇമെയിൽ അയച്ചിരുന്നു. ആ ഇമെയിൽ ഒരിക്കൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചതാണ്. അതിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം ഒരിക്കൽ കൂടി നിങ്ങൾക്കായി വായിക്കാം. ഖേദപൂർവം പറയട്ടെ, കഴിഞ്ഞ 2 മാസത്തെ UDF ഭരണം ജനങ്ങളുടെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. താങ്കൾ ഭരണമേൽക്കുന്നതിന് വെറും 2 ആഴ്ച മുമ്പ് മാത്രം ഭരണമേറ്റ വിജയ് എന്ന മുഖ്യമന്ത്രി അധികാരത്തിലെത്തിയ ഉടൻ തന്നെ സ്റ്റാലിൻ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിന്മേൽ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഈ നിമിഷം വരെ പിണറായി സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിന്മേൽ താങ്കൾ അന്വേഷണം പ്രഖ്യാപിക്കാത്തതിൽ ജനങ്ങൾ വളരെ അതൃപ്തരാണ്. ഒത്തുകളി ഭരണമാണോ നടക്കുന്നത് എന്ന് പോലും പലരും സംശയിക്കുന്നു. പൊതുകടം ഭയാനകമായി വർദ്ധിച്ചത് ആസൂത്രിതമായ കൊള്ളകളിലൂടെയാണോ എന്നതിന്മേലും മറ്റ് ആരോപണങ്ങളിന്മേലും എത്രയും പെട്ടെന്ന് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് മങ്ങലേറ്റ ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണ തിളക്കത്തോടെ താങ്കളും താങ്കളുടെ സർക്കാരും വീണ്ടെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ അയച്ച ഇമെയിൽ. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു റെസ്പോൺസും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ഇമെയിൽ ചെക്ക് ചെയ്യാൻ സ്റ്റാഫൊന്നും ഇല്ലാഞ്ഞിട്ടല്ല എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. ഒരു വിപുലമായ ഒരു സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്, മുഖ്യമന്ത്രിയുടെ ഇമെയിലിലേക്ക് വരുന്ന മെയിൽസ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരത് നൈസായിട്ടങ്ങ് ഇഗ്നോർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട്, പ്രേക്ഷകരെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഈ ഒത്തുകളി ഭരണം തുടരാൻ അനുവദിക്കുന്നത് നമ്മുടെ കഴിവില്ലായ്മയായിട്ട് മാത്രമേ ഈ ഭരണാധികാരികൾ വ്യാഖ്യാനിക്കത്തുള്ളൂ. ഈ ഒത്തുകളി ഭരണം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രം. അതുകൊണ്ട് നമുക്കൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്യാമ്പയിൻ. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് 2 വരികൾ ഇമെയിൽ അയയ്ക്കുക. മുഖ്യമന്ത്രിയുടെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് chiefminister@kerala.gov.in, അതായത് chiefminister@kerala.gov.in എന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇമെയിൽ ID. അതിലേക്ക് 2 സെൻറ്റൻസുകൾ, 2 വരികൾ നിങ്ങൾ അയയ്ക്കുക. അതായത് ആ വരികൾ എന്താണെന്ന് വെച്ചാൽ ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുകയും ചെയ്യാം. ഒത്തുകളി ഭരണം അവസാനിപ്പിക്കുക, പിണറായി സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിന്മേൽ അന്വേഷണം പ്രഖ്യാപിക്കുക. ഇത്രയേ ഉള്ളൂ. ഈ 2 വരികൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും ഇമെയിൽ, മുഖ്യമന്ത്രിയുടെ ഇമെയിലിലേക്ക് അയയ്ക്കുക. ശക്തമായ ഒരു ക്യാമ്പയിനായി ഇതിനെ മാറ്റിയെടുക്കുക. ഈ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അവഗണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതിശക്തമായ ഒരു ക്യാമ്പയിനായി ഇത് മാറണം. നമ്മൾ സഹകരിച്ചാലല്ലാതെ, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാലല്ലാതെ ഈ ഒത്തുകളി ഭരണത്തെ, ഈ നാടിനെ കാർന്നു തിന്നുന്ന നാണം കെട്ട നെറികെട്ട ഒത്തുകളി ഭരണത്തെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ UDFനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ ഒത്തുകളി ഭരണത്തെ എനിക്ക് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. അത് പൗരബോധമുള്ള ഒരു പൗരനും അത് സാധിക്കില്ല. ഇത് നമ്മുടെ അവകാശമാണ്. ഈ നാടിനെ കുളം തോണ്ടിയ ആളുകൾക്കെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടാവണം. തെളിവ് സഹിതം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ. അത് നിങ്ങളും കൂടി ചിന്തിക്കണം. ഞാൻ ഒരാൾ മാത്രം ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളും കൂടി ഇറങ്ങണം. നമ്മൾ ഒറ്റക്കെട്ടായി ഈ അനീതിക്കെതിരെ പോരാടും. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ജനങ്ങളിത് ഏറ്റെടുത്താൽ, നിങ്ങളിത് ഏറ്റെടുത്താൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഈ നാടിനെ കുളം തോണ്ടിയവരെ അഴിക്കുള്ളിലാക്കുന്നതുവരെ നമ്മൾ ഈ പോരാട്ടം തുടരണം.